ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട കത്തോലിക്ക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. ഹൈറേഞ്ച് എന്ന ദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നു വന്നത്. എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ ഏറെ നിരാശ നിറഞ്ഞതായിരുന്നു. എൻ്റെ പിതാവ് ഒരു മദ്യപാനി ആയിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നതായിരുന്നു എൻ്റെ ബാല്യകാലം. ഞാൻ ഓർക്കുന്ന സങ്കടം നിറഞ്ഞ് കഴിക്കാനൊന്നുമില്ലാതെ എൻ്റെ അമ്മ കൂലിപ്പണി എടുത്തുകൊണ്ട് വരുന്നത് നോക്കിയും ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നു. എന്നാലും എന്നിൽ അഹങ്കാരം നിറഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു എൻ്റെ ബാല്യകാലം. ഞാൻ ഓർക്കുന്നു, പരീക്ഷ പേപ്പറിലൊക്കെ സൈൻ ചെയ്യാൻ എൻ്റെ മാതാവിന് വരുവാൻ സാധിക്കുമായിരുന്നില്ല. അന്ന് എൻ്റെ വല്യമ്മച്ചിയൊക്കെയാണ് എൻ്റെ പരീക്ഷാ പേപ്പറൊക്കെ സൈൻ ചെയ്യാൻ വന്നിരുന്നത്. അന്ന് ഞാൻ സങ്കടത്തോടെ നോക്കി കാണുന്നുണ്ടായിരുന്നു. പല കുഞ്ഞുങ്ങളിലൂടെയും കാരണവന്മാർ നടന്നു വരുമ്പോൾ എനിക്ക് മാത്രം ആരും കൂടെ വരാനില്ലല്ലോ എന്നോർത്ത് ഞാൻ സങ്കടപ്പെട്ട് നടന്നിരുന്ന കാലങ്ങൾ. അങ്ങനെ ഞാൻ എൻ്റെ ബാല്യകാലം കഴിഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു ചോദ്യചിഹ്നമായി ഞാൻ ഭവനത്തിൽ നിൽക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും, ഇനി മുന്നോട്ട് എങ്ങനെ പഠിക്കും? എൻ്റെ മാതാവിന് മുന്നോട്ട് പഠിപ്പിക്കാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ അറിയുന്നു, ഒരു ബന്ധു മുഖാന്തരം ഈ ഡെൻകെയറിനെ പറ്റി അറിയുകയും ഈ ഡെൻകെയറിലേക്ക് ഞാൻ കടന്നു വരികയും ചെയ്തു. അന്ന് ഞാൻ എൻ്റെ ആൻറ്റിയുടെ കൂടെയാണ് ഈ ഡെൻകെയറിലേക്ക് കടന്നു വന്നത്. എനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എൻ്റെ ഭവനത്തിൽ നിന്ന് ഇങ്ങോട്ട് വരിക എന്നുള്ളത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. ഞാനന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നത്, എൻ്റെ യേശുപ്പ എനിക്ക് ഈ ജോലി കിട്ടരുത് എന്നോർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അന്ന് ഞാൻ ഈ ഡെൻകെയറിലേക്ക് കടന്നു വന്നത്. എന്നാൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ട നല്ലവനായ ദൈവം എനിക്ക് അവനിവിടെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് വിട്ടു പോരുമ്പോൾ എനിക്കിവിടെ ഒരു ഭവനം അവൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെ കരുതുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഭവനം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഈ ഡെൻകെയറിലേക്ക് കടന്നു വന്ന് ഈ ഭവനത്തിലൂടെ ഞാൻ ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു പോവുകയെല്ലാം ചെയ്തു. അതുവരെ ഞാൻ കരുതിയിരുന്നത് ഞാൻ നല്ലവളാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പുറമേ ഏറെ നല്ലവളാണെങ്കിലും എൻ്റെ അകം ലാസറിൻ്റെ കല്ലറ പോലെ ചീഞ്ഞളിഞ്ഞതായിരുന്നു എന്ന് ഞാൻ അന്ന് ആ കൂട്ടായ്മയിലേക്ക് കടന്നു പോയപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ അകം ഏറെ നിരാശ നിറഞ്ഞതും മറ്റുള്ളവരുടെ കുശുമ്പും വൈരാഗ്യവും എല്ലാം നിറഞ്ഞതായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നിരന്തരം വചനത്തിന് മുമ്പാകെ കടന്നു പോയപ്പോൾ കർത്താവ് അതെല്ലാം എന്നെ ശുദ്ധീകരിച്ച് എൻ്റെ യേശുപ്പിൻ്റെ ഒരു മകളായി തീർത്തത് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ യേശുപ്പിനെ എന്നെ ഉള്ളംകരത്തിൽ വഹിച്ച കാലങ്ങളിൽ കൊണ്ട് നടന്നു. ചിലപ്പോൾ ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ മുറിയിൽ തന്നെ ഇരിക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടങ്ങൾ വരാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഈ കറുത്ത വേദ പുസ്തകം എടുത്ത് എന്നെ മാറോട് ചേർത്ത് പിടിച്ച് ഞാൻ കരഞ്ഞ കാലങ്ങൾ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. എൻ്റെ യേശുപ്പൻ അപ്പോഴെല്ലാം എന്നെ ചേർത്ത് പിടിച്ച് എന്നെ നടത്തിയ വിധങ്ങൾ, അവിടുന്ന് പിന്നീടുള്ള ഓരോ കാലങ്ങളിലും കർത്താവ് എന്നെ ചേർത്ത് പിടിച്ചു. എൻ്റെ വിവാഹപ്രായം എത്തിയപ്പോൾ അവനെനിക്ക് ഒരു ദൈവവൈതലിനെ തന്നെ ഭർത്താവായി തരികയും ചെയ്തു. എന്നെ കരുതുകയും എന്നെ സ്നേഹിക്കുകയും എൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരാളെ തന്നെ ദൈവം എനിക്ക് ദാനമായി തന്നു. നല്ല മാതാപിതാക്കളെ തന്നു, നല്ല കുടുംബജീവിതം തന്നു, 3 കുഞ്ഞുങ്ങളെയും ദൈവം ദാനമായി തന്നു. അങ്ങനെ സന്തോഷപൂർണ്ണമായ ജീവിതം എനിക്ക് ദൈവം ദാനമായി തന്നു. ഞാൻ ഈ ഭൂമിയിൽ കുഞ്ഞിനെ എന്തെല്ലാം ആഗ്രഹിച്ചുവോ അതെല്ലാം എനിക്ക് എൻ്റെ ദൈവം ദാനമായി തന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, കുഞ്ഞുനാളുകളിൽ ഒരു ആപ്പിൾ കഴിക്കുവാനോ ഒക്കെ എനിക്ക് വളരെ കൊതിയായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവ് അവയെല്ലാം എനിക്ക് ദാനമായി തന്നു. ഞാനിന്ന് ഓർക്കുന്നുണ്ട്, ആവശ്യത്തോളം എനിക്ക് കർത്താവെല്ലാം എനിക്ക് ദാനമായി തന്നത് ഈ കാലങ്ങളിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എല്ലാം ഞാൻ വന്ന വഴികളെക്കുറിച്ച് ഞാൻ ഓർക്കുകയുണ്ടായി. അപ്പോഴെല്ലാം എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എവിടുന്നാണ് എൻ്റെ കർത്താവ് എന്നെ കോരിയെടുത്തതെന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. അങ്ങനെ എൻ്റെ വിവാഹം എല്ലാം കഴിഞ്ഞ് സന്തോഷപൂർണ്ണമായ ജീവിതം നടക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ മാതാവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുകയുണ്ടായി. അവിടെയെല്ലാം ഞാൻ നിരാശയുടെ വക്കിൽ വീണു പോകേണ്ടതായിരുന്നു. എന്നാൽ അവിടെയെല്ലാം എൻ്റെ കർത്താവ് എന്നെ താങ്ങി നടത്തി. എൻ്റെ യേശുപ്പിൻ്റെ ഉള്ളങ്കരത്തിൽ അവിടെ നിന്ന് വഹിച്ചുകൊണ്ട് നടന്നു. നമ്മൾ സ്വന്തമെന്ന് സ്നേഹിച്ചിരുന്നവരെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകുകയെല്ലാം ഇടയായത്. എന്നാൽ എൻ്റെ കർത്താവ്, ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ കൂട്ടായ്മയിൽ പോവുമെങ്കിലും വചനം കേൾക്കുന്നുണ്ടെങ്കിലും ശരിക്കും ഒരു കർത്താവിനെ ഞാൻ മുറുകെ പിടിച്ചിട്ടില്ലായിരുന്നു എന്ന് വചനം നിന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഞാൻ യൂട്യൂബിനെ അടിമയാകുകയും പല കളി തമാശകൾ പറഞ്ഞ് ഞാൻ ചിരിക്കുകയും ചെയ്തിരുന്ന കാലങ്ങളായിരുന്നു പിന്നീട് എനിക്കുണ്ടായിരുന്നത്. ഞാൻ നിരാശയുടെ വക്കിലേക്ക് താണുപോയ കാലങ്ങൾ.
എന്നാൽ ഞാൻ ഹൈ റേഞ്ച് എന്ന ദേശത്ത് നിന്ന് എന്നെ ഇവിടെ എടുത്തുകൊണ്ട് വന്ന എൻ്റെ നല്ലവനായ ദൈവം എന്നെ വിട്ടുകളയാൻ ഒരുക്കമായിരുന്നില്ല. അവൻ എനിക്ക് സ്വർഗരാജ്യം അവകാശമായി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ എനിക്ക് കൂട്ടായ്മ തുടങ്ങിയെന്ന് പറയും. ഈ കൂട്ടായ്മ തുടങ്ങിയത് എനിക്ക് വേണ്ടി മാത്രമാണെന്ന് ഞാൻ പറയും. കാരണം എൻ്റെ കർത്താവ് എന്നെ വീണ്ടും ശുദ്ധീകരിക്കുവാൻ വേണ്ടി ഈ പരിശുദ്ധമായ കൂട്ടായ്മ തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങോട്ട് കടന്നു വരുവാനും പാപബോധം കിട്ടുവാനും എല്ലാം കർത്താവ് എന്നെ പഠിപ്പിച്ചു. ഞാൻ ഓർക്കുന്നു, ഈ കൂട്ടായ്മ വന്നപ്പോൾ ഇവിടെ നേതാക്കന്മാരില്ല, ആകെ കർത്താവായ യേശുക്രിസ്തു മാത്രം നേതാവായി നിൽക്കുന്ന ഈ കൂട്ടായ്മ, പാപബോധത്തെപ്പറ്റി മാത്രം പഠിപ്പിക്കുന്ന ഈ കൂട്ടായ്മ, അവിടെ എൻ്റെ യേശുവിൻ്റെ ഉള്ളംകരത്തിലേക്ക് ഞാൻ അന്ന് വരെ ചെയ്തു പോയ ഓരോ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് എൻ്റെ കർത്താവിനെ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം എനിക്ക് ദൈവം ഒരു കൃപ തന്നു. ഞാൻ ഓർക്കുന്നു, പിന്നീടുള്ള ഓരോ ദിവസവും കർത്താവിൻ്റെ മാറിൽ ചാരിക്കൊണ്ടിരിക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ പഠിപ്പിക്കുന്ന ഞാൻ അറിഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്നെനിക്ക് ഞാൻ അറിയുന്നു, ഞാൻ സങ്കടങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും എൻ്റെ കർത്താവിൻ്റെ ഉള്ളം കരുത്തിലാണ് ഞാനുള്ളതെന്ന്. ഞാനൊരു വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ കർത്താവിൻ്റെ കൃപയാണെന്ന്. കാരണം ഞാൻ ഒന്നും അറിയാത്ത, ഒരു കഴിവില്ലാത്ത പൊട്ടിക്കഴുതയാണെന്ന് എനിക്ക് നന്നായി അറിയാൻ പ്രിയമുള്ളവരെ. എന്നാൽ എന്നെ താങ്ങുന്ന, എന്നെ കരുതുന്ന, എന്നെ ഉള്ളം കരത്തിൽ വഹിക്കുന്ന എൻ്റെ യേശുവിൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് പ്രിയമുള്ളവരെ. ഞാൻ ഓർക്കുന്നുണ്ട്, പല കുഞ്ഞുങ്ങളും ഒരപ്പൻ്റെ കൈ പിടിച്ച് ഒരപ്പനോട് ചേർന്ന് നടക്കുമ്പോൾ എനിക്ക് പലപ്പോഴും സങ്കടങ്ങൾ വരാറുണ്ട്. കാരണം എനിക്കൊരപ്പനുണ്ടായിരുന്നിട്ടും ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ അപ്പൻ എന്നെ മോളെ എന്ന് പോലും വിളിച്ചിട്ടില്ല, എൻ്റെ അപ്പൻ എന്നെ ചേർത്ത് പിടിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ഓർക്കുന്നുണ്ട്, ആ സങ്കടങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ ഏകാന്തതയിൽ ഞാൻ മുട്ടുമടക്കുമ്പോൾ എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ സ്വർഗത്തിലെ അപ്പൻ എനിക്ക് കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനെന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, അവനെന്നെ മാറോട് ചേർത്ത് പിടിച്ച് അവൻ എന്നോട് പറയാറുണ്ട്, എൻ്റെ മകളെ, നിനക്ക് ഞാൻ കൂടെയില്ലേ, നീ എന്തിനാ സങ്കടപ്പെടുന്നത്, ഒരപ്പനായ നിൻ്റെ കൂടെ ഞാൻ എന്തും ഉണ്ടാവുമെന്ന്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ചെറിയ കാര്യം ചെയ്യണമെങ്കിൽ പോലും എനിക്ക് എൻ്റെ യേശുവിൻ്റെ കൃപ വേണം, അതില്ലാതെ ഒരു കാര്യം പോലും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന്. ഞാൻ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ ഞാൻ എൻ്റെ യേശുവിനോട് പറയും, എൻ്റെ അപ്പ, ഒരു മനുഷ്യരുടെ മുമ്പിൽ എണീറ്റ് നിൽക്കാനുള്ള കഴിവ് എനിക്കില്ല, ഒരാളോട് മിണ്ടാനുള്ള കഴിവ് എനിക്കില്ല. എന്നാൽ എൻ്റെ അപ്പ, നീ എൻ്റെ ഉള്ളങ്കരത്തിൽ പിടിച്ചുകൊള്ളേ കർത്താവേ, നീ എന്നെ നടത്തിക്കൊള്ളേ കർത്താവേ എന്ന് ഞാൻ പറയാറുണ്ട്. എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ, എൻ്റെ യേശുപ്പൻ്റെ കാതു തുളയ്ക്കുന്നൊരടിമയായി അന്ത്യകാലം വരെ ജീവിക്കണം. ഞാൻ എപ്പോൾ ഈ ലോകത്തുനിന്ന് എപ്പോൾ വേണമെങ്കിലും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടാം. എപ്പോൾ മാറ്റപ്പെട്ടാലും ഞാൻ അറിയുന്നു, എന്നെ സ്നേഹിക്കുന്ന പലരുമുണ്ട്. അവരെല്ലാവരും എൻ്റെ ശവക്കുഴി മാത്രം വരെ വരികയുള്ളൂ. എന്നാൽ എന്നെ അന്ത്യത്തോളം സ്നേഹിക്കുന്ന എൻ്റെ പ്രാണപ്രിയനായ എൻ്റെ യേശുവിൻ്റെ അരികിലേക്ക് എനിക്ക് ചെല്ലണം. അവൻ്റെ മാറോട് ചേർന്നിരിക്കണം, അവൻ്റെ മാറിൽ ചേർന്ന് അവൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ആ സ്വർഗീയ ഭവനത്തിലൂടെ എനിക്ക് നടക്കണം. എനിക്ക് അത് മാത്രമാണ് എനിക്ക് ആഗ്രഹമുള്ളൂ. ഞാൻ ഓർക്കുന്നു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം നൽകും? അതേ, എനിക്കൊന്നും പകരം നൽകാനില്ല. പറയാനാണെങ്കിൽ ഏറെ കാര്യങ്ങളുണ്ട് എനിക്ക് യഹോവ ചെയ്ത സകല കാര്യങ്ങൾ. എന്നാൽ അവന് പകരം കൊടുക്കാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഈ പാപിയായ അടിയനെ, നിങ്ങളെ കഴിഞ്ഞ ഒരു യോഗ്യതയോ വല്ലതും ഒന്നും എനിക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഈ പാപിയായ അടിയനെ എൻ്റെ യേശുപ്പൻ്റെ കരങ്ങളിലേക്ക് ഈ സമയം താഴ്ത്തി സമർപ്പിക്കുകയാണ്. അവിടുന്ന് എല്ലാ സകലവും യേശുപ്പൻ്റെ കരങ്ങളിൽ, എനിക്ക് വന്നുപോയ എല്ലാ കാര്യങ്ങളും എൻ്റെ യേശുപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഇനിയുള്ള കാലം എൻ്റെ യേശുപ്പൻ്റെ ഒരു സാക്ഷിയായി, അവൻ്റെ കാത് തുളയ്ക്കുന്ന ഒരു അടിമയായി എനിക്ക് ജീവിക്കണം. എൻ്റെ കുടുംബത്തെയും യേശുപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എൻ്റെ സാക്ഷി നിർത്തുന്നു. ദൈവത്തെ നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.